ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാർട്ടിയിൽ ഗൗതമിനെയും നിധിയെയും പ്രണവ് വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈ പാർട്ടിക്ക് പോകാൻ തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ വസുന്ധരയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശിവാനി തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ ലക്ഷ്മി റെസ്റ്റോറൻറ്റിൽ എത്തണം കേട്ടോ. നിധി വർക്ക് ചെയ്യുന്ന ആ റെസ്റ്റോറൻറ്റിൽ എത്താണ്. ആ സമയം ഇവിടെ വസുന്ധര ചോദിക്കുന്നുണ്ട്, ശിവാനി ഇനി ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ? ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ശിവാനി പറയണേ, ഇവിടെ ഞാൻ വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്. അത് കേട്ട ഉടനെ പ്രണവ് ചോദിക്കുക, എന്ത് സർപ്രൈസാണ് നീ എനിക്ക് ഒരുക്കിയിട്ടുള്ളത്? നിനക്കെന്നല്ല, ഇവിടെ എല്ലാവർക്കും ഞാൻ വലിയൊരു സർപ്രൈസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് വീണ്ടും പറയണേട്ടോ. അപ്പോഴത്തേക്ക് കേൾക്കുന്ന പാറുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയാണ്. ആഹാ, കൊള്ളാലോ, ആ വലിയ സർപ്രൈസ് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ പ്രണവിനെയും കൂട്ടി അകത്തോട്ട് പോകുമ്പോൾ വീണ്ടും വസുന്ധര ചോദിക്കാണ്, അല്ല നീ വെറുതെ പറയുകയാണോ? ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ അവൾ ഇവിടെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും അവളുടെ പണി തൂപ്പും തുടപ്പവും അതുപോലെ മറ്റുള്ളവരുടെ ഇച്ചിരി പാത്രം കഴുകൽ അതൊക്കെ തന്നെയാണ് അവളുടെ പണി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു വാക്ക് കേട്ടിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ വസുന്ധര. അങ്ങനെ പ്രണവും പാറുവും കൂടി മുന്നിൽ പോയിട്ട് പാറു പറയുന്നുണ്ട്, ആഹാ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വസുന്ധരയും ശിവാനിയും അവിടെ എത്താണ്. അപ്പോൾ ശിവാനിയോട് പറയുന്നുണ്ട്, അടിപൊളി തന്നെ, പറയാൻ വാക്കുകളില്ല എന്ന് പ്രണവിൻ്റെ മുന്നിൽ വെച്ച് പാറു പറയണേ. അപ്പോൾ തന്നെ വസുന്ധര ഇങ്ങനെ ശിവാനിയോട് ചോദിക്കാണ്, അല്ല അവൾ എവിടെ? നീയല്ലേ പറഞ്ഞ ഇവിടുത്തെ സെർവൻ്റാണ് അവൾ, നേത്ര സെർവൻറ്റിനെ ഇവിടെ കാണുന്ന അവളെ കാണാനില്ലല്ലോ. ആൻറ്റി വരുമെന്ന് പറയണം. അപ്പോഴേക്കും ആ ഒരു ഹോട്ടലിൻ്റെ ഉടമ മാനേജർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്താണ്. അയാൾ പറയുന്നുണ്ട്, വെൽക്കം ഡ്രിങ്കുമായി ആരും എത്താത്തെന്താ, ഇവരിവിടെ ഈ പാർട്ടിക്ക് വന്നതല്ലേ, വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവരൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വരുന്നത് നിധിയായിരിക്കും. നിധിയെ കാണുന്ന പ്രണവിൻ്റെ നെഞ്ച് വിട്ടാണ് പാറുവിൻ്റെ കേട്ടോ. എന്നാൽ വസുന്ധരക്കാണെങ്കിലും വല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നാണ്. ഹാ എന്ത് നല്ല കാഴ്ച, ഞങ്ങൾ കുടിച്ചതും ഞങ്ങൾക്ക് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇച്ചിലൊക്കെ കഴുകുന്ന ഇവളാണല്ലോ, എന്ത് രസകരമായ കാഴ്ച. എന്നാലും ശിവാനി നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രമാത്രം വിശ്വസിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശിവാനി, ഇനി ഇതെന്ത്, ഇതിലപ്പുറം കാണാനിരിക്കുന്നു, ഇവിടെ ഇനിയും ആൻറ്റി വലിയൊരു സർപ്രൈസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ടല്ലോ, അതും കൂടി നടക്കുമെന്ന് പറയട്ടോ. അപ്പോഴേക്കും പ്രണവിങ്ങനെ നിറകണ്ണുകളോടുകൂടി പാറു ഇങ്ങനെ നോക്കുകയാണ്. ഉടൻ തന്നെ നിധി ഈ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുമ്പോൾ, എന്താ മോളെ നീ എന്താ ഈ ചെയ്യുന്നത്, നീ ഈ കടയിലെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശിവാനി പറയുന്നത്, അവൾ ഈ കടയിലെ സ്റ്റാഫാണല്ലോ, അവൾ ഈ കടയിലെ എല്ലാവർക്കും ഭക്ഷണം സെർവ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്ന പ്രണവ്, ഏട്ടത്തിയെ എങ്ങനെ കാണാനല്ല ഞാൻ എൻ്റെ പാർട്ടിക്ക് വിളിച്ചത്, എൻ്റെ ഏട്ടത്തിയും ഏട്ടൻ്റെയും വിജയമാണ് എൻ്റെ ഈ വിജയം. അത് കേൾക്കുന്ന ശിവാനി, ഇതേ പ്രണവെ വായിൽ തോന്നിയത് വിളിച്ച് പറയാതെ എങ്ങനെ ഏട്ടൻ്റെയും വിജയമാവുന്ന, നീ ഇവിടെ കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കിയെടുത്ത വിജയമല്ലേ ഇത്. അത് കേട്ടോടെ തന്നെ പ്രണവ് പറയുന്നത്, എനിക്ക് തെറ്റുപറ്റി ശിവാനി, എൻ്റെ ഏട്ടൻ ഉയർത്തു വെച്ച വലിയൊരു കമ്പനിയാണ് ഗൗതം എന്നുള്ള ആ ഒരു കമ്പനിയുടെ പേര് പറയണേ. അത് ഇന്നിപ്പോൾ ഉയർന്നിരിക്കുന്ന ആ കമ്പനി എനിക്ക് താഴോട്ട് കൊണ്ടുപോകാതെ അത് കുറച്ച് മുന്നിലോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ എൻ്റെ ഏട്ടനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ നേട്ടങ്ങൾ കൊണ്ട് തന്നെ അതിനി മറക്കരുത് ശിവാനി. അത് കേട്ട ഉടനെ തന്നെ വസുന്ധര, എന്തായാലും നീ നിൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്തല്ലേ ഗൗതം പോയതിനു ശേഷം. അപ്പോൾ ഉടനെ തന്നെ ശിവാനി, വെള്ളം വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങി കുടിക്കുമ്പോൾ ഇവിടെ തന്നെ പാറു പറയണ, മോളെ നീ എന്തായി കാണിക്കുന്നത്, ഇവൻ്റെ ഈ ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ നീ അവൻ്റെ ഏട്ടനും ഏട്ടത്തി ആയിട്ടല്ലേ നീ ഇവിടെ നിൽക്കേണ്ടത്. അത് കേട്ടോടെ തന്നെ വസുന്ധര പറയണേ, അതെന്തിനാ ഇവള് ഏട്ടത്തിയാവുന്നത്, ഇവൾക്ക് അതിനോട് താല്പര്യമില്ല, മറ്റുള്ളവരുടെ ഇച്ചിലും തൂപ്പും തുടയൊക്കെ അല്ലേ ഇവളുടെ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയണേ, എൻ്റെ പ്രണവ്, ഞാൻ എൻ്റെ പ്രണവിനെ മനസ്സിൽ കൊണ്ടു നടത്തിയിട്ടുള്ളത് എൻ്റെ ഒരു അനിയനെ പോലെയാണ്. എൻ്റെ മനസ്സിലാണ് നിൻ്റെ സ്ഥാനം, അല്ലാതെ ഈ വേഷത്തിലല്ല. ഈ വേഷത്തിൽ എന്തിരിക്കുന്നു, നിനക്ക് ഞാൻ സ്ഥാനവും മാനവും ഒക്കെ തരുന്നത് എൻ്റെ മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് വേഷത്തിലായാലും എന്താ പ്രണവ്, ഞാൻ നിൻ്റെ പരിപാടിക്ക് ഇവിടെ ഉണ്ടല്ലോ. എന്നാലും ഏട്ടത്തി എനിക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു ഉരുകിൽ തന്നെ, അതും എൻ്റെ ഫംഗ്ഷനെ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, നിൻ്റെ ഫംഗ്ഷനാണെങ്കിലും ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ലേ നിനക്ക് കുഴപ്പം, അല്ല എങ്കിൽ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ നീ സന്തോഷത്തോട് കൂടി സ്വീകരിക്കില്ലേ എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയം നിധി ഇത് കൊണ്ടുവെക്കാൻ പോവാണ്, ഈ പാത്രം കൊണ്ടുവെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാറു ഇങ്ങനെ പ്രണവിനോട് പറയണേ, എന്നാലും പ്രണവ് ഇത് കാണാനാവുന്നില്ല, അവളെ ഈ ഒരു ഹോട്ടലിലാണ് പണിയെടുക്കുന്നത്, നീ അറിഞ്ഞിരുന്നോ? ഇല്ല അമ്മ, ഞാൻ അറിഞ്ഞിട്ടില്ല, എങ്കിൽ ഞാൻ ഈ ഹോട്ടലിൽ എന്തായാലും ഈ ഒരു പരിപാടി പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ
പാറു ഇതിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഇവർ സ്വകാര്യമായി സംസാരിക്കണം. വസുന്ധര പറയണേ, എന്നാലും എൻ്റെ ശിവാനി നീ ഇത്ര വലിയൊരു കാഴ്ച എനിക്ക് കാണിച്ചു തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും ഇത് നല്ല കാഴ്ച. ഇനി എൻ്റെ ആൻറ്റിക്ക് ഞാൻ കുടിച്ച ഇച്ചിലും തൂപ്പും തൊടയൊക്കെ കാണിച്ചു തരണോ? അതൊന്നും നടക്കത്തില്ല. അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈകളിലിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം പതിയെ തറയിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ജ്യൂസ് അവിടെ പോവുകയാണ്. ഇതേ സമയം ഹലോ, ഇവിടെ സെർവൻ്റ് ഒന്നും ഇല്ലേ ഇത് ക്ലീൻ ചെയ്യാൻ? ഇവിടെ വെള്ളം പോയി മറ്റുള്ളവർ വീണിരുന്നെങ്കിൽ എൻ്റെ വയറ്റിലെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ ശിവാനി വിളിച്ചു പറയുമ്പോഴേക്കും നിധിക്ക് അങ്ങോട്ടേക്ക് വരേണ്ടി വരും കേട്ടോ. ഇത് കണ്ടില്ലേ ജ്യൂസ് പോയിരിക്കുന്നത്, ഇതൊന്നും തുടക്കില്ലേ? ഇവിടുത്തെ ക്ലീനിങ്ങേരൊക്കെ എന്താ ഇങ്ങനെ തൂപ്പും തൊടയും ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല വൃത്തിയിൽ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ ഒരു തരം അപമര്യാദയോടുകൂടി സംസാരിക്കുമ്പോൾ നിധി പെട്ടെന്ന് തുടപ്പ് വന്ന് ആ മോപ്പ് കൊണ്ട് അത് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം പാറു, മോളെ നീ ഇത് തുടക്കാതെ അവൾ മനഃപൂർവ്വം കളഞ്ഞതാണ് എന്ന് പറയുമ്പോൾ, അമ്മേ ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, ഇത് ഞാൻ ചെയ്യും, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, വീട്ടിലാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നതല്ലേ എന്ന് പറയണ്ട. അപ്പോഴേക്കും പ്രണവിൻ്റെ ഒപ്പമുള്ള സ്റ്റാഫുകൾ വന്നിട്ട് പറയണേ കേക്ക് വന്നിട്ടുണ്ട്, കേക്ക് മുറിക്കാമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ എൻ്റെ ഏട്ട എത്തിയില്ല, ഏട്ട എത്താതെ എങ്ങനെ കേക്ക് മുറിക്കാൻ? അത് കേട്ട ഉടൻ തന്നെ നിധി പറയണേ ഏട്ടൻ എത്തിക്കോളും പ്രണവ്, നീ നിൻ്റെ ഫംഗ്ഷനും പരിപാടികളൊക്കെ നടക്കട്ടെ, ഏട്ടൻ പതിയെ എത്തിക്കോളും എന്ന് പറയട്ട. അങ്ങനെ പാറു ഈ കേക്ക് മുറിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഈ സമയം പ്രണവ് വാ ശിവാനി എന്ന് പറഞ്ഞിട്ട് ശിവാനിയും വസുന്ധരയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ അവിടെ തനിയെ നിൽക്കണം. അപ്പോൾ നിധിക്ക് തോന്നുന്നത് തന്നെ സെർവൻ്റ് ആയതുകൊണ്ടാണ് വിളിക്കാത്തത് എന്നുള്ള ആ ഒരു ഇതിലാണ്. എന്നാൽ ഇത് ഈ ശിവാനിക്ക് വളരെ സന്തോഷമാണ്. ശിവാനി വളരെ സന്തോഷത്തോടു കൂടി ശിവാനി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പ്രണവ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നിധിങ്ങനെ മാറി നിൽക്കുന്നത് പ്രണവിൻ്റെ കണ്ണിൽ പെടണേ. എന്താ ഏട്ടത്തി അവിടെ നിൽക്കുന്നത്? എൻ്റെ ഏട്ടത്തിയോട് എനിക്കുള്ള ബഹുമാനം എത്രമാത്രം വലുതാണെന്ന് ഏട്ടത്തിക്ക് അറിയില്ലേ? ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും സ്ഥാനം എൻ്റെ മനസ്സിൽ എത്ര ഉയരങ്ങളിലാണെന്ന് അറിയില്ലേ? ഏട്ടത്തി എന്താ മാറി നിൽക്കുന്നത്? മോനെ ഞാൻ എങ്ങനെ വരിക? ഞാൻ ഇവിടുത്തെ സെർവൻ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ സപ്ലൈകളല്ല, അതുകൊണ്ട് ഞാൻ വേണ്ട, ഞാൻ ഈ വേഷത്തിൽ ഏട്ടത്തി പറഞ്ഞതുപോലെ മനസ്സിലാണ് എന്നോടുള്ള സ്നേഹം, വേഷത്തിലല്ല, അതുകൊണ്ട് ഏട്ടത്തി കേക്ക് മുറിക്കാൻ എത്തിയേക്ക് എന്ന് പറയണ്ട. അങ്ങനെ കത്തിയെടുത്ത് കേക്ക് മുറിക്കുന്ന സമയത്ത് ശിവാനിയാണ് അവൾ വന്ന് കേക്ക് മുറിക്കുമ്പോൾ ഈ പോലീസുകാർ എന്താ എത്ര നേരമായി ഞാൻ അവരെ കാത്തു നിൽക്കുന്നത്, ഇവർ വരുന്നത് കാണാനില്ലല്ലോ, ഇവരെവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ശിവാനി പറയുന്നുണ്ട്. വസുന്ധരയാണെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കണം. അപ്പോഴാണ് കടന്നു വരുന്നത് കേട്ടോ പോലീസിനെ കണ്ടിടുന്ന ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ നിൽക്കവിടെ എന്ന് പറയുകയാണ് കേട്ടോ. കേക്ക് മുറിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് കടന്നു വരുമ്പോൾ ഉടൻ തന്നെ എല്ലാവരും ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ പോലീസ് വന്നതുകൊണ്ട് തന്നെ പിന്നീട് പറയാനില്ല. അങ്ങനെ ഈ സമയം എന്താ പ്രശ്നം എന്തിങ്ങനെ അവിടുത്തെ മാനേജർ വന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം ഇവനുമായാണ്, നീ ഇങ്ങ് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നിധിയോട് പറയണേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാണ്. അത് കേട്ട ഉടനെ പ്രണവ്, എൻ്റെ ഏട്ടത്തി നിങ്ങൾക്ക് എന്ത് അധികാരത്തിൽ അറസ്റ്റ് ചെയ്യാൻ? എൻ്റെ ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ ഭാര്യയ്ക്ക് മയക്ക് കൊടുത്ത് അവളുടെ ഗർഭം കളയാൻ നോക്കിയവളാണ് ഈ നിൽക്കുന്നവൾ. വെറുതെ വാൾ തോന്നിയത് പോലീസുകാരാണെന്ന് കരുതി വിളിച്ചു പറയരുത് എന്ന് പ്രണവ് പറയണ്ടോ. ഇത് കേട്ട ഉടനെ തന്നെ അവർ പറയാണ് ഞങ്ങൾ തെളിവുണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അമ്പലനടയിൽ ഇങ്ങനെ നിധി സംസാരിക്കുന്ന ആ വീഡിയോ, ആ ഒരു തിളനീർ വെട്ടുകാരനുമായി സംസാരിക്കുന്ന ആ വീഡിയോ. അപ്പം അതിൽ പ്രണവ് പറയുന്നുണ്ട് ഇതെന്താ സംസാരിക്കുന്ന, പൈസ കൊടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തമല്ലല്ലോ, വ്യക്തമായി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ശിവാനി പറയിപ്പിക്കുന്ന ആളുടെ വീഡിയോ കേട്ടോ. അപ്പോൾ അയാൾ അതിൽ പറയുന്നുണ്ട് അയാൾക്ക് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ശിവാനിയെ മയക്ക് കൊടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്, അവളുടെ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയാനായിട്ടോ. അപ്പോൾ ഈ സമയം ശിവാനി ഇതിൽ എന്തെങ്കിലും സത്യമുണ്ട്? അത് കേട്ട ഉടനെ പ്രണവ് ഇതിൽ സത്യമുണ്ട്, തീർച്ചയായും ഇത് സത്യം തന്നെയാണ്, എന്നെ ഈ നിധി മനഃപൂർവ്വം വേദനിപ്പിക്കാൻ, എൻ്റെ കുഞ്ഞിനെ കളയാൻ, എൻ്റെ 2 കുഞ്ഞുങ്ങളെ കളയാനാണ് നോക്കിയത്. അത് കേൾക്കുന്ന വസുന്ധര എടി നീചകി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്ത് വൃത്തികെട്ടവളാണ്, ഇത്ര മനസ്സാക്ഷി ഇല്ലാത്തവളാണ് നീ എന്ന് കരുതിയില്ല, ഈശ്വരമംഗലത്തെ കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയെ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉടനെ പാറു പറയണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിധിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഉടനെ പ്രണവ് പറയണം ശരിയാണ് എൻ്റെ ഏട്ടത്തിക്ക് ചെയ്യാൻ കഴിയില്ല. അത് കേൾക്കുന്ന ശിവാനി പറയണേ എന്താ പ്രണവ് നീ പറയുന്നത്, ഈ വീഡിയോ കണ്ടില്ലേ, ആ വീഡിയോ കണ്ടിട്ട് നീ അങ്ങനെ പറയുമ്പോഴോ വാ നിന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും അവിടെ പോലീസ് പറയാനായിട്ട് അങ്ങനെ നിധിയെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ആ സമയം പ്രണവ് ശിവാനിയോട് പറയണേ എൻ്റെ ഏട്ടത്തി ചെയ്യില്ല എന്ന് പ്രണവ് പറഞ്ഞിട്ട്. അപ്പോഴേക്കും പ്രണവ് മുന്നിലോട്ട് വരികയാണ്. മുന്നിലോട്ട് വന്നിട്ട് ഈ പോലീസുകാരിയോട് ചോദിക്കുകയാണ് ഇവരെന്തോ തെളിവുകൾ കാണിച്ച് എൻ്റെ മുന്നിൽ പറഞ്ഞെങ്കിലും കൂടി എൻ്റെ ഏട്ടത്തി അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഒരു നിമിഷം എൻ്റെ കുഞ്ഞല്ലേ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്, എൻ്റെ ഏട്ടത്തിയോട് ഞാൻ ചോദിക്കട്ടെ, ഏട്ടത്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ പ്രണവ് ചോദിക്കാനായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ.